ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വിറകടുപ്പിലാണ് മട്ടൻ കറി വെക്കുന്നത്. അപ്പോൾ അമ്മയാണ് കേട്ടോ വെക്കുന്നത്. പഴയൊരു രീതിയിലുള്ളതാണ് കേട്ടോ. അമ്മയുടെ അമ്മയിൽ നിന്ന് അങ്ങനെ അങ്ങനെ കൈമാറി വന്നിട്ടുള്ള റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ആർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന റെസിപ്പിയാണ്. അപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന മട്ടനിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1.5 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ് കേട്ടോ. വറുക്കൊന്നും വേണ്ട, അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. അപ്പോൾ അത് അവിടെ തിളച്ച് വരുന്ന സമയമാകുമ്പോഴേക്ക് നമ്മൾ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും അതിനാവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ മല്ലിപ്പൊടി കുറച്ച് അധികം എടുക്കണം കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന് മതി, കാരണം നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും നന്നായിട്ട് വറുത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മയാണ് കേട്ടോ ഒക്കെ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ അളവൊന്നും അമ്മയ്ക്ക് പറയാൻ അറിയില്ല. അമ്മേൻ്റെ ഒരു ഇതിലാണ് അമ്മ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അളവ് പറയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ തിളച്ച് വന്നതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള പൊടികൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ആർക്കും ചെയ്യാൻ പറ്റും. ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയാനല്ല, നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഉള്ളി വാട്ടിയിട്ട് അതുപോലെ തന്നെ കുക്കർ ഉപയോഗിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ടേസ്റ്റ് നഷ്ടമായി പോകും. അപ്പോൾ മട്ടൻ്റെ ടേസ്റ്റ് നല്ലതുപോലെ മട്ടൻ്റെ ടേസ്റ്റ്, യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പത്ത് തന്നെ വെക്കണം എന്നാണ് പറയാറ്. അപ്പോൾ അതുകൊണ്ടാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. തിളച്ച് വറ്റുന്ന സമയത്ത് നമുക്ക് ഗ്യാസിലോട്ട് മാറ്റി വയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഗ്രേവി ആയി വരുന്ന സമയത്ത് നമ്മൾ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറവിട്ടിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മളെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വറവിടുന്നത് ഞാൻ എടുക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ.